ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 4. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമോ നമഃ. അത്ര ശൂരാ മഹേശ്വാസ്വാ ഭീമാർജുന സമായുധി യുയോധാനോ വിരാടച്ച ദ്രുപദച്ച മഹാരഥ. ഈ പാണ്ഡവ സൈന്യത്തിൽ ധീരശൂരന്മാരും വലിയ വില്ലുള്ളവരും യുദ്ധത്തിന് ഭീമ അർജുനന്മാർക്ക് തുല്യരുമായ യുയോധാനനും വിരാടനും മഹാരഥൻ കൂടിയായ ദ്രുപദനും ഉണ്ട്. ശ്രീമദ് ഭഗവത്ഗീത ഭാവാർത്ഥം. പാണ്ഡവ സൈന്യത്തെ ജയിക്കുക അത്ര എളുപ്പമല്ലെന്നുള്ള ദുര്യോധനന്റെ മനസ്സിലിരിപ്പാണ് ഇവിടെ വെളിവാകുന്നത്. സാത്വികി എന്ന് മറ്റൊരു പേരും യുയോധാനനുണ്ട്. യുയോധാനൻ എന്ന പദം കൊണ്ട് തന്നെ യുദ്ധത്തിൽ അതിനിപുണൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ഉറ്റ സുഹൃത്തും അർജുനന്റെ ശിഷ്യനുമാണ് അദ്ദേഹം. കൂടാതെ അഭിമന്യുവിന്റെ ഭാര്യ ഉത്തരയുടെ പിതാവാണ് വിരാടൻ. പാഞ്ചാലിയുടെയും ദൃഷ്ടദ്യുമ്നന്റെയും പിതാവായ ദ്രുപദൻ വൃക്ഷം കൊടി അടയാളമാക്കിയിട്ടുള്ളവനാണ്. 10,000 വില്ലാളികളോട് ഒരേ സമയം എതിർത്ത് നിൽക്കാൻ കഴിവുള്ള മഹാരഥനുമാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 5. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമോ നമഃ. ദൃഷ്ടകേതോചിഗിദാന കാശിരാജച്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജച്ച ശൈബച്ച നരപുംഗവാം. പാണ്ഡവ സൈന്യത്തിൽ ദൃഷ്ടകേതുവും ചേകിതാനനും ധീരനായ കാശിരാജാവും പുരുജിത്തും കുന്തിഭോജനും രാജശ്രേഷ്ഠനായ ശൈബനും ഉണ്ട്. ശ്രീമദ് ഭഗവത്ഗീത ഭാവാർത്ഥം. ചികിതന്റെ പുത്രനായ ചേകിതാനനൻ ചേരി രാജാവാണ്. ദൃഷ്ടകേതുവിന്റെ അർത്ഥം തന്നെ ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന കൊടി അടയാളമുള്ളവനെന്നാണ്. പുരുജിത് ആണെങ്കിൽ യുദ്ധത്തിൽ അനേകം പേരെ ജയിക്കാൻ കഴിവുള്ളവനാണ്. കുന്തിയുടെ വളർത്തച്ഛനാണ് കുന്തിഭോജൻ. ശൂരസേനന്റെ മക്കളാണ് വസുദേവനും കുന്തിയും. ശൂരസേനൻ മക്കളെ തന്റെ പ്രിയ സുഹൃത്തായ കുന്തിഭോജന് ദത്തുകൊടുത്തു. ശൈബനാകട്ടെ മഹാത്യാഗിയായിരുന്ന ശിബി ചക്രവർത്തിയുടെ വംശത്തിൽ ജനിച്ചവനും. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.